ക്യാരറ്റ് സലാഡ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ്, ഉപ്പ്, ജീരകം പൊടിച്ചത്, വിനെഗർ, വെള്ളം. ഇനി ഇതിട്ട് വെക്കാൻ ആവശ്യമായ ഒരു ഗ്ലാസ് ബോട്ടിൽ. ഇത്രയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാരറ്റിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതിനെ വളരെ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക നീളത്തിൽ. ക്യാരറ്റിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലാണ്. പ്രോട്ടീൻ, പൊട്ടാസ്യം, വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തീർച്ചയായിട്ടും കുട്ടികളെ കഴിപ്പിച്ചിരിക്കണം. അവർ ഭയങ്കര പാടാണ് കഴിക്കാനൊക്കെ. ഈ കൊടുക്കുന്ന വെജിറ്റബിൾസൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് സ്കൂളിൽ കൊണ്ടുപോയിട്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഒരു സലാഡ് രീതിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. ഫോറിനേഴ്സൊക്കെ അവർ വെജിറ്റബിൾസൊക്കെ ഇതുപോലെ സലാഡ് രൂപത്തിലാക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് അരിയുക. എൻ്റെ കൈ കുറച്ച് മുറിഞ്ഞിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഒരു കട്ട് ചെയ്യാൻ പ്രയാസം വരുന്നത്. പിന്നീട് ഇപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് എന്നൊരു എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ജീരകം നല്ല പൗഡർ ആക്കിയിട്ടുള്ളത് വേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സറിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു തരിതരിയായിട്ട് കിടക്കണം, ആ ഒരു പാകം മതി, നല്ല പൊടിഞ്ഞിട്ട് പോകണ്ട. അപ്പോൾ നമ്മളിതെല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഗ്ലാസ് ബോട്ടിലോട്ട് ഇട്ട്, നമ്മളെപ്പോഴും ഇത് ഗ്ലാസ് ബോട്ടിൽ തന്നെ മാക്സിമം യൂസ് ചെയ്യുക. പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കരുത്, കാരണം വിനെഗറും ഉപ്പും ഒക്കെ ചേർത്ത് ഇട്ട് വെക്കുന്നതാണ്. അപ്പം പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പം ഞാൻ ഇത്രയും ഇടുന്നുണ്ട്, ഇത്രയൊന്നും നിങ്ങൾ തന്നെ ഇടണമെന്നില്ല. ഇപ്പം പ്രഷറോ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഉപ്പ് കുറച്ച് യൂസ് ചെയ്താൽ മതി. വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്ന. ഇനി ഈ ക്യാരറ്റ് നല്ലതുപോലെ മുങ്ങി നിൽക്ക രീതിയിൽ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഷേക്ക് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ നമ്മൾ പറയാതെ തന്നെ അവർ സ്ഥിരം ഇതെടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ക്യാരറ്റ് വെറുതെ തിന്നുന്നതും നമ്മൾ വേവിച്ച് കഴിക്കുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആണ് ഈ ഒരു ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.